സാർ ഇപ്പോൾ ഒരു റിവ്യൂവിന് വന്നൊരു പേഷ്യൻറ്റില്ലേ, എനിക്ക് ഓർമ്മയില്ല, ഫസ്റ്റ് ടൈം അവർ വന്നിരുന്നപ്പോൾ അവരുടെ പോസ്റ്ററൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ടയേർഡ് ലുക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ അവർ വളരെ പ്ലസൻ്റ് ആണ്, പോസ്റ്ററൊക്കെ നല്ല കറക്റ്റഡായി, നല്ല നല്ല ഫീൽ ഗുഡായിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് നമ്മൾ ചെയ്ത് ബ്രസ്റ്റ് റിഡക്ഷൻ അല്ലേ? ഈ ഒരു പേഷ്യന്റ് ചെയ്തിട്ടുള്ളത് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയാണ്. അപ്പോൾ ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലേക്ക് വരിക അതൊരു കോസ്മെറ്റിക് സർജറി മാത്രമാണെന്നുള്ളതാണ്. പൊതുവെ ആൾക്കാരിൽ ബ്രസ്റ്റിന്റെ, പ്രത്യേകിച്ച് ഫീമെയിൽസിൽ ബ്രസ്റ്റിന്റെ സൈസ് കൂടുമ്പോൾ അവർക്കത് കോസ്മെറ്റിക് കൺസേണിനേക്കാളും കൂടുതൽ അവർക്ക് അതുകൊണ്ട് ബാക്ക് പെയിൻ, പോസ്റ്ററിലുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഷോൾഡറിലോട്ട് പെയിൻ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കും. അപ്പോൾ ഇവർ വിചാരിക്കും ഇത് ആ ബാക്ക് പെയിൻ്റെ ഒക്കെ ഒരു കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നട്ടലിനുള്ള പ്രശ്നം കൊണ്ട് അതൊക്കെ ആയിരിക്കാന്ന്. പക്ഷേ അതിന്റെ ഒരു മേജർ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രസ്റ്റിന്റെ ഹെവി സൈസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സർജറി ചെയ്തിട്ട് ബ്രസ്റ്റ് റിഡക്ഷൻ വഴി ആ ഒരു സൈസ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു കംപ്ലൈൻസിൽ, പ്രത്യേകിച്ച് ബാക്ക് പെയിൻ, ഈ ഷോൾഡർ പെയിൻ, അതുപോലെ തന്നെ ഈ പോസ്റ്ററൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മീനു പറഞ്ഞ ഈ ഒരു ലേഡിക്ക് ഇവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വെയിറ്റ് കാരണം, ബ്രസ്റ്റിന്റെ വെയിറ്റ് കാരണം അവർക്ക് പോസ്റ്റർ ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ മെയിൻ കൺസേൺ. അല്ലാതെ അവർ ആ സർജറി ചെയ്ത ഒരു കോസ്മെറ്റിക് റീസണിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് വിത്തിൻ 1 വീക്ക് അവർ വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ ആൾ വളരെ പ്ലസന്റ് ആണ്, ആളുടെ ആ ഒരു പോസ്റ്റർ വളരെ കറക്റ്റായി. അപ്പോൾ ഇതിന് വളരെ എഫക്റ്റീവ് ആണ്, പ്രത്യേകിച്ച് ബ്രസ്റ്റിന്റെ ലാസ്റ്റ് സൈസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി.